ഹായ്. എവിടെയൊക്കെ പോണ? നമ്മള് തമിഴ്നാട്ടിലുള്ള തൊട്ടിപ്പാലം, മാത്തൂർ തൊട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലമാണ്. മാത്തൂർ തൊട്ടിപ്പാലം. നീ പോയിട്ടുണ്ടോ നേരത്തെ? ഇല്ലളിയാ, നീ ഇപ്പൊ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളത് അറിയണത്. ഞാനും പോയിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ഭാര്യയൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ പോയിട്ടില്ല. പിന്നെ അതിനടുത്ത് കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ വേറെ. ചിതറാൽ. ചിതറാലുണ്ട്, പിന്നെ ചിതറാലുണ്ട്, തൃപ്പരപ്പുണ്ട്. തൃപ്പരപ്പ് എല്ലാവർക്കും അറിയുന്ന സ്ഥലങ്ങൾ. കാളികേശം, കാളികേശം, തൊട്ടിപ്പാലം, പിന്നെന്തോ ചിതറാൽ. ചിതറാൽ, പിന്നെ കോതയാറുണ്ട്. കോതയാറും വെറൈറ്റി സ്ഥലമാണ്, ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടില്ല. കിളവിയാർ, അങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ട് കുറെ. ഇതെല്ലാം വരുന്നത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിലാണ്. നല്ല അടിപൊളി മനോഹരമായ സ്ഥലങ്ങളാണ് ഇതെല്ലാം, അല്ലേ? കേരള തമിഴ്നാട് കേരളത്തിന്റെ ഭാഗമായിരുന്നു, ഇപ്പൊ തമിഴ്നാടായി. മുമ്പ് ഇത് കേരളത്തിന്റെ ഭാഗമായിരുന്നു. നമ്മള് പാലക്കാട് നമ്മൾ എടുത്തപ്പം കൊടുത്തതാണ്, അല്ലേടാ? എന്താണ് മാർത്താണ്ഡവർമ്മ കാലഘട്ടത്തിൽ ഏത് സ്ഥലം അറിയോ സുബി? ഇതാണ് കുടപ്പനമൂട്. അല്ലേ? കുടപ്പനമൂട്. ഇടത്തോട്ട് പോയാൽ അമ്പൂരി പോലെ. അമ്പൂരി, ഇടത്തോട്ട് തിരിയുന്നത് അമ്പൂരി. കുടപ്പനമൂട് അടുത്ത് വെള്ളറിട. നമ്മള് കുടപ്പനമൂട് പോണ്ട, നമുക്ക് വെള്ളറിട വരെ പോകണ്ട. നമുക്ക് വെള്ളറിടയിൽ നിന്ന് എത്തുന്നതിന് മുന്നേ കുരിശുമല റോഡുണ്ട്, അവിടെ നിന്ന് ലെഫ്റ്റ്. കേരള തമിഴ്നാട് ബോർഡറിലോട്ട് എത്തിയിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റ് ഒക്കെ കുറച്ച് അപ്പുറത്താണ്, അല്ലടാ? ചെക്ക് പോസ്റ്റ് അപ്പുറത്താണ്. ഇതാണ് ബോർഡർ. ശരിക്കും ഇവിടുന്ന് ഈ പാലം തൊട്ട് ബോർഡറാണ്. ഇവിടുന്ന് നമ്മൾ ബോർഡറിലോട്ട് കയറുകയാണ്. ഇത് ശരിക്കും കേരള തമിഴ്നാട് ബോർഡർ ആണെങ്കിൽ പോലും കേരളത്തിനെ പോലെ തന്നെ നമ്മൾ തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞു. ഇപ്പൊ തമിഴ്നാട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിലും താമസിക്കുന്നതെല്ലാം മലയാളികളാണ്, അല്ലടാ? പിന്നെ ഫുൾ മലയാളികളാണ്. നമ്മുടെ ഫുൾ ബോർഡെല്ലാം തമിഴ്നാട് ബോർഡായ തൃപ്പരപ്പ് വാട്ടർഫാൾസ്, കോതയാർ. ഇവിടെയാണ് നമ്മളെ ചെക്ക് പോസ്റ്റ് വരുന്നത്. പോലീസിന്റെ ചെക്ക് പോസ്റ്റ് ആണ് ഇവിടെ. മുമ്പ് നല്ല ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടെ. കന്യാകുമാരിയൊക്കെ പോകുമ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടാണ് നമുക്ക്. നല്ല റോഡല്ലേ? നല്ല റോഡ്. ഇപ്പോഴും ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും മോശമായ റോഡുകളായിരുന്നു. കള്ളിക്കാട് ടു വെള്ളറട റോഡ് വളരെ മോശം. എന്ന് വെച്ചാൽ റോഡില്ല. 6 വർഷം മുന്നേ, ഒരു 5-6 വർഷം മുന്നേ റോഡ് എന്ന് പറയുന്ന സാധനം ഇല്ല, അല്ലടാ? എല്ലാം ഭയങ്കര സൂപ്പർ റോഡ് എന്ന് പറയുന്ന സാധനം ഇല്ല. ഒരുപാട് കടകൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ ആൾക്കാർക്കും വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് നാടൻ ചോറ്, ഊണ്. നല്ല കായലിന്റെ തീരത്തിരുന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാം, കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട്. മഴ, നല്ല ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി കാലാവസ്ഥയാണിത്. ഇപ്പൊ നമ്മള് നെട്ടയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അടിപൊളി. 2 സൈഡ് നല്ല സൂപ്പർ കാഴ്ചകളാ. ശരിക്കും നമ്മൾ ഈ കന്യാകുമാരി പോകുന്നവരൊക്കെ മെയിൻ റോഡ് ബൈപ്പാസ് നമ്മളെ ഹൈവേ കൂടെയാണ് പോകുന്നത്. അത് ഒഴിവാക്കി നമ്മളെ ഈ റോഡ് വരണം. അടിപൊളിയാണ്. നമ്മൾ ആരനാട് സൈഡിൽ നിന്നൊക്കെ വരുന്നവര് കള്ളിക്കാടുന്ന് വെള്ളറട റൂട്ട് പിടിച്ച് വെള്ളറട എത്തുന്നതിന് മുന്നേ ലെഫ്റ്റ്. ഈ നമ്മളെ നെയ്യാറിന്റെയും ചിറ്റാർ ഡാമിന്റെയും സൈഡിലൂടെയാണ് വരുന്നത്. 2 സൈഡ് നല്ല അടിപൊളി, മനസ്സിന് കുളിർമയുള്ള കിടിലം കാഴ്ചകളാണ് 2 സൈഡും. മാക്സിമം നിങ്ങൾ ഈ റൂട്ട് പിടിച്ച് വന്നാൽ വെയിലും ഇല്ല, നല്ല കാഴ്ചകളും കാണാം. ഇതുവഴി കന്യാകുമാരിക്ക് പോകാനുള്ള ഏറ്റവും ബെസ്റ്റ് ഷോർട്ടസ്റ്റ് റൂട്ടുമാണിത്. ശരിക്കും നമ്മൾ ആരനാട് നെടുമങ്ങാട് സൈഡിൽ നിന്ന് വരുന്നവർ, അല്ലേ സുബി? നല്ല കാഴ്ചയല്ലേ? അടിപൊളി. 2 സൈഡും എസ്റ്റേറ്റുകൾ, റബ്ബർ എസ്റ്റേറ്റുകൾ, യൂക്കാലി എസ്റ്റേറ്റ് എല്ലാം ഉള്ളൊരു റൂട്ടാണ്, അല്ലേ? അത് നല്ലൊരു സ്ഥലം തന്നെ. നമ്മളെ കേരളത്തിന്റെ ഒരു ഭാഗമാണ് തമിഴ്നാടിന് കൊടുത്തത്, അല്ലേ? അങ്ങനെ നമ്മള് കളിയൽ എത്തിയല്ലേ സുബി? അതെ, ഇതാണ് കളിയൽ ജംഗ്ഷൻ. ചെറിയൊരു ജംഗ്ഷനാണ്, എന്നാൽ എല്ലാ സാധനവും ഇവിടെ കിട്ടും, എല്ലാം കിട്ടുന്ന ഒരു ജംഗ്ഷൻ. നേരെ പോകുന്നത് തൃപ്പരപ്പ് തൊട്ടിപ്പാലം. ഇതാണ് തൃപ്പരപ്പ് ജംഗ്ഷൻ. നമ്മൾ വരുന്ന സൈഡിൽ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ആർച്ച് കാണാം. ആ ആർച്ച് അകത്തോട്ടുള്ള റോഡ് കയറിയാൽ തൃപ്പരപ്പ് വാട്ടർഫാൾസ്. അടുത്ത് വരുന്ന മെയിൻ ജംഗ്ഷനാണ് കുലശേഖരം ജംഗ്ഷൻ. കുലശേഖരം ടൗൺ പള്ളിയാണ് ഈ കാണുന്നത്. റോഡ് സൈഡിലുള്ള നല്ല ഭംഗിയുള്ള പള്ളിയാണ്. അങ്ങനെ കുലശേഖരം കഴിഞ്ഞ തൊട്ടടുത്ത് വരുന്ന കല്ലടി മാമൂട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് റോഡ് അകത്തോട്ട് പോകുന്നുണ്ട്. ആ റോഡ് കയറി ഉടനെ തന്നെ അടുത്ത ഫസ്റ്റ് റൈറ്റ് ഉണ്ട്. ആ റൈറ്റാണ് നമ്മുടെ മാത്തൂർ തൊട്ടിപ്പാലം റോഡ്. ഒരു സൈഡിലൂടെ കനാല് പോകുന്ന റോഡാണ്. വലിയ കല്ലടാ. അതൊക്കെ കല്ലിന്റെ മണ്ടയിലൊരു ചെറിയൊരു കുരിശ്.
ഉണ്ട്. അത് കൊള്ളാം കേട്ടോ, ഭംഗി കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കൊള്ളാം ഇത്. പാറയും പാറയുടെ മണ്ടയിൽ ഒരു കുരിശും. അത് കേറി വയ്ക്കണത് സമ്മതിക്കണ്ടേ അല്ലേ? എന്റെ മണ്ടയിൽ കേറി വലിയൊരു പാറയാണ്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ വീണ നേരെ കനാലിനകത്താണ് വീണത്. അതെ. അങ്ങനെ നമ്മൾ തൊട്ടിപ്പാലം ആർച്ചിലെത്തി. അവിടുന്ന് അകത്ത് കയറുമ്പോൾ തന്നെ കാർ പാർക്കിങ്ങിന്റെ ഒരു 60 രൂപ കൂപ്പൺ തരും. അത് മേടിച്ച് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ കാണാം തൊട്ടിപ്പാലത്ത് വരുന്ന ജനങ്ങളുടെ തിരക്ക്, 2 സൈഡും വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത്, പിന്നെ ഒരുപാട് കച്ചവട സാധനങ്ങൾ. ഒരു വെറൈറ്റി സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എത്ര ഒരു ഷീറ്റ്? എത്ര? 20. ആ, പുളിമുട്ടായി ഉണ്ടോ? സൂപ്പർ സാധനം. നീ കഴിച്ചിട്ടുണ്ടോ? സൂപ്പർ സാധനം, പുളിമുട്ടായി. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് മേടിച്ച് കഴിച്ച സാധനമാണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊന്നും കാണാനില്ല. അങ്ങനെ അത് കിട്ടിയ സന്തോഷത്തിൽ അതും കഴിച്ച് ഞാനും സുബിയും കൂടെ അകത്തോട്ട് കയറി. തിരുവനന്തപുരത്തിനും കന്യാകുമാരിക്കും ഇടയിലുള്ള അധികം അറിയപ്പെടാത്ത ഒരു സ്ഥലമാണ് മാത്തൂർ തൊട്ടിപ്പാലം. ഏഷ്യയിൽ തന്നെ ഏറ്റവും ഉയരവും നീളവുമുള്ള ഒന്നാണിത്. 1966 ഇത് നിർമ്മിച്ചത്. ഏകദേശം 115 മീറ്റർ പൊക്കവും 1 കിലോമീറ്റർ നീളവുമുള്ള മാത്തൂർ തൊട്ടിപ്പാലം ചിറ്റാർ ഗ്രാമത്തിലെ 2 കുന്നുകൾ തമ്മിൽ യോജിപ്പിച്ച ഒരു ജലസേചനാർത്ഥം നിർമ്മിക്കപ്പെട്ട ഒരു പാലമാണ്. 1 കിലോമീറ്റർ നീളമുള്ള ഈ പാലത്തിൽ കഷ്ടിച്ച് 2 പേർക്ക് ഒരുമിച്ച് നടന്നു പോകാൻ സാധിക്കില്ല. ഇത്രയും ഉയരത്തിലായതിനാൽ നടന്നു പോകുമ്പോൾ തന്നെ ശക്തമായ കാറ്റും ഉള്ളതിനാൽ നമുക്ക് കാലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതായിട്ട് തോന്നാം. കാരണം ഒരു വിധമെങ്കിലും തലകറക്കമോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ഒരു കാരണവശാലും ഇത്രയും ഉയരത്തിൽ ഇത്രയും നീളത്തിൽ നടന്നു പോവാതിരിക്കുന്നതാണ് നല്ലത്. താഴേക്ക് നോക്കുമ്പോഴും ചിലപ്പോൾ പേടി കാരണവും തലകറക്കം വരുന്നവരും കാണാം. എന്നാലും ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഈ മാത്തൂർ തൊട്ടിപ്പാലം. കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാറിൽ നിന്നും 3 കിലോമീറ്റർ അകലെയുള്ള പറളിയാറിന് കുറുകെയാണ് ബ്രിട്ടീഷുകാർ കാർഷിക ആവശ്യത്തിനും മറ്റും 2 കുന്നുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് ഈ മാത്തൂർ തൊട്ടിപ്പാലം നിർമ്മിച്ചത്. ശരിക്കും ഉയരത്തെ പേടിക്കുന്നവർ ഈ യാത്ര അല്പമൊന്ന് ഭയക്കണമെങ്കിലും 2 സൈഡുമുള്ള മനോഹരമായ കാഴ്ചകളും മലനിരകളും താഴെയുള്ള അരുവിയും കണ്ട് നടന്നു പോകുമ്പോൾ 1 കിലോമീറ്റർ നമ്മൾ നടന്ന് അപ്പുറത്തെത്തുന്നത് അറിയുകയുമില്ല. അങ്ങനെ നമ്മൾ 1 കിലോമീറ്റർ വെയിലൊക്കെ അടിച്ച് നടന്ന് തളർന്ന് എത്തുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാനും ചില്ലിന് നല്ല തണുത്ത വെള്ളം കുടിക്കാനും അത്യാവശ്യം വേണ്ട ഫുഡ് കഴിക്കാനുമുള്ള സജ്ജീകരണമെല്ലാം ഇവിടുത്തെ നാട്ടുകാർ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ല നാടൻ ചക്ക വറ്റൽ, മരച്ചിനി വറ്റൽ, പഴവർഗ്ഗങ്ങൾ, എണ്ണപ്പലഹാരങ്ങൾ എല്ലാം കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നല്ല വയറ് നിറച്ച് കഴിച്ചുകൊണ്ട് പതുക്കെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് നടന്നു പോവാം. നമ്മുടെ തിരുവനന്തപുരംകാർ 1 ഡേ ട്രിപ്പും 2 ഡേ ട്രിപ്പും പ്ലാൻ ചെയ്യുമ്പോഴുള്ള ഒരു മെയിൻ ഡെസ്റ്റിനേഷനാണ് കന്യാകുമാരി. കന്യാകുമാരി കുടുംബസമേതവും കുട്ടികളുമായും ഒക്കെ വരുമ്പോൾ ഉൾപ്പെടുത്താവുന്ന ഒരു നല്ല സ്ഥലമാണ് മാത്തൂർ തൊട്ടിപ്പാലം. ശരിക്കും പത്മനാഭപുരം പാലസും ചിതറ ക്ഷേത്രവും എല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ ഇതിന് തൊട്ടടുത്തുള്ളതുമായ മാത്തൂർ തൊട്ടിപ്പാലം പലർക്കും അറിയാത്തതുമായൊരു സ്ഥലമാണ്. അങ്ങനെ തൊട്ടിപ്പാലത്തിൻ്റെ മുകളിൽ നിന്നും നടന്ന് തളർന്ന് താഴെ എത്തുന്നവർക്ക് നന്നായി കുളിച്ചു കയറാനുള്ള അടിപൊളിയൊരു സ്പോട്ടും താഴെയുണ്ട്. എന്നാൽ മഴയുള്ള സമയത്ത് അധികം ആരും പുഴയിൽ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഭൂമി ഉരുണ്ടതാണെന്ന് പറയും പോലെ തന്നെ നമ്മൾ എവിടെയാണോ കയറിയത് അവിടെ തന്നെ കറങ്ങി തിരിഞ്ഞ് എത്തുന്നതുമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത കന്യാകുമാരി ട്രിപ്പിൽ മാത്തൂർ പാലം കൂടി ഉൾപ്പെടുത്തിയേക്കണേ.